ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻറ്റിങ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൂടി വളരെ സീരിയസ് ആയിട്ട് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം അതിൻ്റെ ആ ഒരു ആവശ്യകത മനസ്സിലാക്കി നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അത് പേഷ്യൻ്റ് കെയറിനുള്ള സാധനമാണ്. അല്ല നമ്മുടെ അവിടെ എന്തെങ്കിലും ടൈല് മാറ്റിയിടാനോ അല്ലെങ്കിൽ ബാത്റൂം കെട്ടാനോ ഉള്ളതൊന്നുമല്ല. ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ജീവൻ രക്ഷാ മാർഗ്ഗങ്ങളാണ്. ജീവൻ രക്ഷിക്കാനുള്ള ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാണ്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിൻ്റെ അകത്തൊക്കെ കാരണം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല.